എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ അടുത്ത ആഴ്ചയിലെ വിശേഷത്തെ നമ്മൾ കാണാൻ പോകുന്ന കലാവതി മുത്തശ്ശി കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് തിരികെ പോവാണ്. രേവതിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഇത്രയും ദിവസം അച്ഛമ്മ വീട്ടിലുണ്ടായിരുന്നോണ്ട് എല്ലാത്തിനും സഹായമായിരുന്നു. പക്ഷെ ഇനിയിപ്പം കുറെ ദിവസം കഴിഞ്ഞിട്ട് അച്ഛമ്മനെ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലണം, അല്ലെങ്കിൽ അച്ഛമ്മ ഇങ്ങോട്ട് വരണം. പിന്നീട് കലാവതി മുത്തശ്ശി പറഞ്ഞു, അതെ മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, എപ്പം വേണല്ലോ അങ്ങോട്ട് പോരെ, സച്ചിയോടൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. അങ്ങനെ കലാവതി മുത്തശ്ശി പോയ പുറകെ തന്നെ ചന്ദ്രമതിയും ശ്രുതിയും എല്ലാവരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാണ്. അപ്പൊ പോകുമ്പോ രേവതിയോട് പറഞ്ഞേൽപ്പിച്ചിട്ട് പോവാണ് കുറെ കാര്യങ്ങളൊക്കെ. വന്ന് കഴിയുമ്പോഴത്തേനും ഇത് പണികളെല്ലാം ഇവിടെ തീർത്തിരിക്കണം, പറഞ്ഞു കേട്ടില്ല, ചോറൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം, പിന്നീട് കുറച്ച് കറികളുടെ പേരൊക്കെ പറയണം, ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കണം, ഇതെല്ലാം ശ്രുതിമോൾക്ക് ഇഷ്ടമുള്ള കറികളാന്ന് പറയാണ്. രേവതി ഒന്നും മിണ്ടിയില്ല. ശരി അമ്മയെന്ന് പറഞ്ഞു. രേവതിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ പോകാനായിട്ട്. പോകുന്ന സമയത്ത് ചന്ദ്രമതി രേവതിനെ ഒന്നും വിളിക്കുക പോലും ചെയ്തില്ല. പിന്നീട് രേവതി ഒന്ന് അടുക്കള വന്ന് ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് സച്ചിയുടെ വരവ്. സച്ചി വന്നിട്ട് രേവതിനെ വിളിച്ചു, അല്ല നീ അവിടെ എന്തെടുക്കുവാന്ന് ചോദിക്കണം. എനിക്ക് കുറെ പണികളുണ്ട്, പണികളൊക്കെ പിന്നെ ചെയ്യും കൂടെ വരാൻ പറയണം. അങ്ങനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാ. പിന്നീട് അലമാരി തുറന്ന് അലമാരിക്ക് ഒന്ന് കുറെ പൈസ എടുക്കുന്നുണ്ട്. അല്ലെന്താ ഇപ്പൊ ഈ പൈസയൊക്കെ എടുക്കണേ? അതോ ഇതാ പലിശക്കാരന് കൊടുക്കാനുള്ളതാ. കഴിഞ്ഞ പ്രാവശ്യം CC അടച്ചല്ല, ഈ തവണയെങ്കിലും CC അടയ്ക്കണം. ഇത് പകുതി പൈസ ഉള്ളൂ, ഫുൾ എമൗണ്ടും ഇല്ലെന്ന് പറയാണ്. അല്ലോ അപ്പൊ അങ്ങനെ കൊടുത്താൽ അയാൾ ചീത്ത പറയില്ലേ? അതിനൊക്കെ ഒരു പോംവഴി ഉണ്ടെന്ന് പറയാണ്. നീ പെട്ടെന്ന് ഒരുങ്ങാൻ പറയാണ്. നമുക്കൊരു സ്ഥലം വരെ പോകണം. ഞാനെന്തിനാ ഒരുങ്ങണേ? അത് നമുക്ക് ക്ഷേത്രത്തിൽ വരെ പോകണം. ക്ഷേത്രത്തിൽ വരാൻ പറ്റുമെന്ന് തോന്നില്ല, കാരണം ഇപ്പൊ അമ്മയൊക്കെ പോയതേ ഉള്ളൂ. പ്രത്യേകം പറഞ്ഞിട്ടാ പോയത്, കുറെ ജോലികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തു വെക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയണ. നീ വരാൻ പറഞ്ഞ വന്നാ മതി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെടുക. പിന്നീട് രേവതി റെഡി ആയിട്ട് അങ്ങ് പോവാണ്. പോകുന്ന വഴിക്ക് രേവതി വെച്ചു, അല്ല ക്ഷേത്രത്തിലേക്ക് എന്തിനാ നമ്മൾ പോണേ? അതാ പലിശക്കാരന്റെ പൈസ കൊടുക്കാനായിട്ട്, CC അടയ്ക്കാനുള്ള പൈസ കൊടുക്കണം. അതിന് ക്ഷേത്രത്തിലേക്ക് പോകേണ്ട കാര്യം എന്താ? അതെ കൊടുക്കാനുള്ള ഫുൾ എമൗണ്ടും ഇല്ല, പകുതിയേ ഉള്ളൂ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ന് ചൊവ്വാഴ്ചയാണ്. പുള്ളിക്കാരൻ അവിടെ ശയനപ്രദക്ഷിണം നടത്തുന്ന ദിവസമാണ്. അങ്ങനെ ശയനപ്രദക്ഷിണം നടത്തുന്നതിനിടയ്ക്ക് ആൾക്കാർക്ക് പൈസ കൊണ്ടേ കൊടുക്കും. പൈസ മേടിക്കാൻ ഒരാളും കാണും അവിടെ നിപ്പ്. അപ്പൊ അങ്ങനെ കൊടുക്കണ സമയത്ത് പകുതി പൈസ കൊണ്ട് പുള്ളിക്കാരൻ ഒന്നും പറയത്തില്ല. കാരണം ശയനപ്രദക്ഷിണം തുടങ്ങി ക്ഷേത്രമാണല്ലോ. അതുകൊണ്ട് ആ തക്കം നോക്കി എല്ലാവരും ഇന്നത്തെ ദിവസം ഫുൾ എമൗണ്ട് കൊടുക്കാൻ പറ്റാത്തവരൊക്കെ ഇന്നാ കൊണ്ടേ കൊടുക്കണേ. അപ്പൊ ഞാൻ കൊണ്ടേ കൊടുക്കത്തില്ല, നീ ഒന്ന് കൊണ്ടേ കൊടുക്കണം. എന്റെ പേര് പറഞ്ഞിട്ട് ഈ എമൗണ്ട് കൊണ്ടേ കൊടുത്താൽ മതി എന്ന് പറയാം. ഇത് കേട്ടാൻ രേവതിക്ക് പേടി. അയ്യോ ഞാൻ എങ്ങനെയാ? അല്ല ഞാൻ എവിടെയെങ്കിലും പോയ അത്യാവശ്യമായിട്ട് പോയതാ, നീ പറഞ്ഞാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല ഞാൻ എങ്ങനെയാ കള്ളം പറയണം? ഓഹോ അതിന് മാത്രം ബുദ്ധിമുട്ടാണോ? വേറൊരു നിർവാഹം ഇല്ലാത്തോണ്ടല്ലേ നീ പറഞ്ഞ? ശരിയെന്ന് പറഞ്ഞ് രേവതി സമ്മതിക്കുകയാണ്. ഈ സമയം ചന്ദ്രമതി നേരെ ക്ഷേത്രത്തിലേക്ക് എഴുന്നുണ്ട്. അപ്പൊ ഭാമ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പിന്നീട് ഭാമയോട് പറഞ്ഞു, ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ പറഞ്ഞ് നന്നായി. ഈ ക്ഷേത്രത്തിൽ ഞാൻ ആദ്യമായിട്ട് വരുക, അല്ലെങ്കിൽ മറ്റേ ഇതിനു മുമ്പ് പോകുന്ന ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ആ രേവതിയുടെ അമ്മേനെ അവരെയൊക്കെ കാണേണ്ട വന്നേനെ. ഭാഗ്യം കൊണ്ട് ഇന്ന് അങ്ങോട്ട് പോകേണ്ട വന്നില്ല. ഇനി ശ്രുതിമോളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഓരോന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരുകയും ചെയ്യുമെന്ന് പറയാണ്. ഈ സമയത്ത് ശ്രുതിയും കൂടെ ക്ഷേത്രത്തിലെ വലം വെച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഭാമ പറഞ്ഞു, എങ്ങനെയുണ്ട് പുതിയ മരുമോള്? അവിടെ എനിക്ക് മുമ്പേ തൊട്ട് ഇഷ്ടമല്ലായിരുന്നു. അതെ ഞാൻ കൊണ്ട് തന്ന ബന്ധാ, ആ ഓർമ്മ വേണമെന്ന് പറയണം. പിന്നെ അതൊക്കെ ഞാൻ അത്ര പെട്ടെന്ന് മറക്കുമെന്ന് ചോദിക്കുകയാണ്. ഈ സമയം രവീന്ദ്രനും കൂടെ അങ്ങോട്ട് വന്നു. രവിയേട്ടനും വന്നിട്ടുണ്ടെന്ന് പറയാണ് ക്ഷേത്രത്തിലേക്ക്. എന്നാൽ ശരി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോവാണ്. ഈ സമയത്താണ് പലിശക്കാരനല്ല ശയനപ്രദക്ഷിണം നടത്തുന്നത് കണ്ടത്. അപ്പം പലിശ കൊടുത്തിട്ട് എല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ടപ്പം ചന്ദ്രമതി ഓർത്തു, ഇതെന്താ എല്ലാരും കൂടെ ഇങ്ങനെ വന്ന് കൊടുക്കണേ? ചന്ദ്രമതിക്ക് ഒന്നും മനസ്സിലായില്ല, കാര്യം എന്താന്ന് മനസ്സിലായില്ല. ഒരാൾക്കാർ വരുന്നുണ്ട്, ഇങ്ങനെ പലിശ കൊടുക്കുന്നുണ്ട്. കിട്ടിയ സമയത്ത് ആൾക്കാരെല്ലാം അങ്ങനെ ചെയ്യുവാണ്. കാരണം അവർക്ക് രക്ഷപ്പെടാൻ ഇത് ഒരു മാർഗമുള്ളൂ. ഫുൾ എമൗണ്ട് ഇല്ലാത്ത എല്ലാവരും അങ്ങനെ ചെയ്യുവാണ്. അപ്പം ഭാമ പറഞ്ഞു, എന്താണെന്ന് അറിയില്ല എന്ന് നോക്കാന്ന് പറഞ്ഞങ്ങ് ചെല്ലുവാണ്. അങ്ങനെ ചന്ദ്രമതി ചെന്ന് അയാളെ കണ്ട് ചന്ദ്രമതി ഒന്ന് ഞെട്ടി. പെട്ടെന്ന് ചന്ദ്രമതി തിരിഞ്ഞോടുവാണ്. ഭാമയ്ക്ക് മനസ്സിലായി. അപ്പം പക്ഷെ അയാൾ കണ്ടിട്ടുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അവിടെ നിൽക്കാനും പറഞ്ഞ് വരുവാണ്. ചന്ദ്രമതി ഓടി പോയി മറിഞ്ഞു. ഈ സമയത്ത് ഭാമേനെ പിടികൂടി. അല്ല നിങ്ങൾ എന്താ എന്നെ കണ്ടപ്പോൾ ഓടിയെന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ ഞാൻ മനസ്സിലായി, പലിശ തരേണ്ട സമയ കഴിഞ്ഞ മാസം തന്നിട്ടില്ല, ഇനി ഫസ്റ്റ് മാസം തന്നെ ഇങ്ങനെയാണോന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ ഞാൻ ഇന്ത്യ അവരെ വിളിക്കാൻ പറയണം. അങ്ങനെ ചന്ദ്രമതിനെ പോയി ഭാമ വിളിച്ചോണ്ട് വരിക. ഓഹോ അപ്പൊ പൈസയും മേടിച്ചിട്ട് പലിശ തരാതെ മുങ്ങി നടക്കുമല്ലേന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാന് പിന്നെന്താണ്, ഒരെന്നാലും പറയണ്ട, മര്യാദയ്ക്ക് പൈസ കിട്ടണമെന്ന് പറയാം. അത് പിന്നെ പൈസ എത്രയും പെട്ടെന്ന് തന്നെ തരാം. ആഹാ ചെറിയ എമൗണ്ട് ഒന്നുമല്ല, ഒരു വലിയ എമൗണ്ടാ. പിന്നീട് ഭാമയോട് പറഞ്ഞു, നിങ്ങളും കൂടിയാ സൈൻ ചെയ്തേക്കുന്നത്, അറിയാലോ. ഇനിയിപ്പൊ പലിശ എങ്ങാനും തരാതെ വന്നിട്ടുണ്ടെങ്കിൽ സ്ഥലത്തിന്റെ ആധാരം എന്റെ കയ്യിലുണ്ട്, അതെടുത്തിട്ട് ഞാൻ അങ്ങോട്ട്
വീട്ടിലേക്ക് ഒരു വരവ് വരുമെന്ന് പറയണം. അയ്യോ അങ്ങനെയും ചെയ്യരുത്, വീട്ടിൽ ആർക്കും അറിയത്തില്ല എന്ന് പറയണം. ആഹാ, അപ്പൊ വീട്ടിലാരും അറിയത്തില്ലാതെ കൊണ്ടേ വെച്ചിരിക്കുന്നതല്ലേ? അല്ല നിങ്ങക്ക് ആൺമക്കളൊന്നും ഇല്ലേ നീക്കണം? അല്ല മക്കളൊക്കെ ഉണ്ട്. എന്നാ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. കാരണം എല്ലാവരുടെ ഒരു എഴുത്തൂടെ എനിക്ക് വേണം. ഒരു പക്ഷെ നിങ്ങൾ ഇനിയിപ്പോ പലിശ അടച്ചില്ലെങ്കിലേ ഇനി ആ സ്ഥലം എന്തേലും പേരിൽ എന്റെ പേരിലേക്ക് ആക്കണേ തന്നെ എല്ലാവരുടെയും ഒരു സമ്മതം വേണമല്ലോ. അപ്പൊ അവരുടെ എല്ലാവരും ഒരു ഒപ്പും കൂടെ ഉള്ളത് നല്ലതെന്ന് പറയണം. ഇത് കേട്ടതും ചന്ദ്രമതിയിലൊരു ഞെട്ടലുണ്ടായി. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, അടുത്ത ദിവസം തന്നെ പലിശ കിട്ടിയിരിക്കണമെന്ന് പറയാണ്. എന്നും പറഞ്ഞ അയാൾ വീണ്ടും പോയിട്ട് വീണ്ടും വിളിച്ച് തുടരുവാണ്. ഈ സമയം ചന്ദ്രമതിക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നി. ബാമ പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? എനിക്ക് വീട്ടിലേക്ക് പോകാൻ പോലും തോന്നുന്നില്ല. ആ സമയത്ത് രവീന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു. രവീന്ദ്രൻ കാണല്ലേ എന്നൊരു പ്രാർത്ഥന മാത്രം ഉണ്ടായിരുന്നു ചന്ദ്രമതിക്ക്. ഈ സമയത്തെങ്ങാനും രവിയേട്ടൻ തന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ പലിശ ചോദിക്കുന്ന കേട്ട അതോടുകൂടി തീർന്നു. താൻ വീടിന് പുറത്താ. താൻ മാത്രമല്ല ശ്രുതിയും എല്ലാവരും പുറത്താവും. തല കറങ്ങുന്ന ഒരു ഫീലിങ്സാ തോന്നിയത് ചന്ദ്രമതിക്ക്. ഈ സമയത്ത് രേവതി സച്ചിയും കൂടെ അങ്ങോട്ട് വരുന്നത്. രേവതിനെ സച്ചിയോട് നിങ്ങോട്ട് നോക്കി, അയാളാണ്. പറഞ്ഞ മനസ്സിലായല്ലോ, ഞാൻ ഇവിടെ മറിഞ്ഞു നിന്നോളാം, നീ കൊണ്ടേ കൊടുത്തിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതി, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയണം. അങ്ങനെ രേവതി അങ്ങോട്ട് ചെല്ലുവാണ്. രേവതി കൊണ്ടേ പൈസ കൊടുത്തിട്ട് സച്ചിയുടെ പേരൊക്കെ പറയാണ്. പെട്ടെന്ന് സച്ചിയുടെ ഭാര്യയാന്ന് പറഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, അല്ല സച്ചി എന്തിയേ? സാധാരണ സച്ചിയാണല്ലോ കൊണ്ടിരുന്നത്, ഇന്ന് ആദ്യമായിട്ടാണല്ലോ നിങ്ങളെന്ന് പറയാണ്. അല്ല അത് പിന്നെ സച്ചി ഇവിടെ ഓരോ ഓട്ടം പോയേക്കുവാന്ന് പറയണം. പെട്ടെന്നാണ് സച്ചി അവിടെ നിൽക്കുന്നതാണ്ടേ. സച്ചി നോക്കുന്ന കണ്ടത് സച്ചി പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞു, സച്ചി നീ പോകാൻ നോക്കണം, ഇങ്ങോട്ട് വന്നേ, നീ അവിടെ മറിഞ്ഞു നിന്നിട്ടാണോ ഇവളുടെ കയ്യിൽ പൈസ കൊടുത്തു വിട്ടേന്ന് ചോദിക്കുകയാണ്. സച്ചിക്ക് ആ പാടെ നാണക്കേടായപ്പോയി. സച്ചി പെട്ടെന്ന് വന്നു. എന്താ? ആഹാ കൊള്ളാലോ, നീ ഭാര്യയുടെ കയ്യിൽ പൈസ കൊടുത്തു വിട്ടിട്ട് നീ മാറി നിൽക്കുമല്ലേന്ന് ചോദിക്കണം. അല്ലടാ ഇതിന്റെ ബാക്കി പൈസ എവിടെയെന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ബാക്കി എമൗണ്ട് ആയിട്ടില്ല എന്ന് പറയണേ. ബാക്കി എമൗണ്ട് ആയില്ലേ? അതെന്താ? അല്ല അതിന് കുറച്ചുകൂടി എനിക്ക് സാവകാശം തരണമെന്ന് പറയാം. എത്ര നാളെ സാവകാശം തരണം? അത് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ബാക്കി പൈസ ഞാൻ അടച്ചോളാന്ന് പറയണേ. ഈ സമയത്ത് ചന്ദ്രമതിയും ബാമയും കണ്ടു സച്ചിൻ രേവതിയും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടതും ചന്ദ്രമതിക്കൊരു ഞെട്ടല. എന്റെ ദൈവമേ, അയാൾ തന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുക. മിക്കവാറും ആധാരം അയാളുടെ അടുത്തുള്ള ഉണ്ടെന്നുള്ള കാര്യം ഇന്ന് സച്ചിയോട് പറയും. ഇനി എങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകും ബാമേ? എനിക്ക് പേടിയായിട്ട് ഒരു രക്ഷയില്ലാന്ന് പറയാം. നീ പേടിക്കാതെ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ്. ഈ സമയം ശ്രുതിയും കൂടെ ക്ഷേത്രത്തിലൊക്കെ തൊഴുതിട്ട് പുറത്തു വന്നിരിക്കാം. ശ്രുതി പറഞ്ഞു, ഓ ഇന്ന് നമുക്ക് വല്ല ബീച്ചിലും പോകാമെന്ന് പറയാം. അത് ശരിയാവത്തില്ല. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ബീച്ചിലൊക്കെ പോകാനാണോ? ക്ഷേത്രത്തിലേക്ക് വരാൻ അമ്മ പറഞ്ഞല്ലേ, വന്ന് തൊഴുത് പ്രാർത്ഥിക്കേണ്ടതേ, അതല്ലേ നമ്മൾ ആദ്യം ചെയ്യണ്ടേ. ബീച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അന്ന് ശരിയാകത്തില്ല. അതും കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം. ആൾക്കാരൊക്കെ എന്ത് പറയുന്നു പറയണേ വീട്ടില്. ഓ എന്ത് ചെയ്യാനാ, എന്റെ പ്രതീക്ഷകളെല്ലാം നശിച്ചെന്ന് പറയാണ്. ശ്രുതിക്കാണ് അടിച്ചു പൊളിക്കാനുള്ളൊരു മൈൻഡാണ് ശ്രുതിയുടെ മനസ്സിലുള്ളത്. പക്ഷെ ശ്രുതിക്കൊരു പേടിയുണ്ട്. അമ്മ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പിന്നീട് ക്ഷേത്രത്തിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടും ചന്ദ്രമതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ചന്ദ്രമതി ഭാമയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, രേവതിയോട് പോയി ചോദിക്കുക എന്താ പലിശക്കാരൻ അവരോട് സംസാരിച്ചെന്നുള്ളത്, അപ്പൊ അറിയാലോ എന്ന് പറയാണ്. അങ്ങനെ ഭാമ ന്യൂസ് പിടിക്കാനായിട്ട് അടുക്കളയിലേക്ക് ചെല്ലുവാണ്. ഈ സമയം രേവതി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അല്ല നിങ്ങൾ എന്നാ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നല്ലേ നിൽക്കാൻ? അതെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അല്ല പലിശക്കാരനുമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ടല്ലോ സച്ചി, എന്താ നിങ്ങൾ അവരായിട്ട് എന്താ ഒരു കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ്. അതെനിക്കറിയില്ല, മറ്റേ സച്ചിയേട്ടൻ അവിടെ നിന്ന് കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ടല്ലോ വണ്ടിയുടെ കാര്യത്തിനൊക്കെ ആയിട്ട്, പിന്നെ CC അടയ്ക്കാനുള്ള പൈസ കൊടുക്കണമായിരുന്നു, അതുകൊണ്ട് പോയതാന്ന് പറയണം. അല്ല വേറൊന്നും സംസാരിച്ചില്ലേന്ന് ചോദിക്കണം. വേറെന്താ സംസാരിച്ചെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് വരുവാണ്. ചന്ദ്രമതി ചോദിച്ചു, അവൾ എന്താ പറഞ്ഞേ? സച്ചിയോട് വേറെ കാര്യങ്ങളൊന്നും അയാൾ പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ സച്ചിക്ക് അയാൾക്ക് തമ്മിൽ പരിചയമുണ്ട്. CC അടയ്ക്കുന്ന അയാളുടെ അടുത്തല്ലേ, അയാളുടെ അടുത്തുനിന്ന് പൈസ മേടിച്ചേക്കണമെന്ന് പറയാണ്. ദൈവമേ ഇനിയിപ്പോൾ സച്ചി എങ്ങാനും അറിയോ? ഇനി ഇങ്ങനെ പേടിക്കാതെ എന്ന് പറയാണ്. ആകെപ്പാട് ടെൻഷൻ ആവുന്നുണ്ടായിരുന്നു ചന്ദ്രമതിക്ക്. ഇനി എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കാന്നുള്ളത്. ഈ സമയം ശ്രുതിയും കൂടെ മുറിയിൽ കയറി ഇരിക്കുവാണ്. ശ്രുതി പറഞ്ഞു, എനിക്കാണ് നിന്നെ കണ്ട് കൊതി മാറുന്നില്ല എന്ന് പറയണേ. എന്ത് സൗന്ദര്യം നിനക്കെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ ഈ മുറിക്കകത്ത് കയറി ഇങ്ങനെ എപ്പോഴും ഇരുന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് വിചാരിക്കും? പിന്നെ ആരും ഒന്നും വിചാരിക്കാനൊന്നും പോകുന്നില്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ എന്നും പറഞ്ഞിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നേ. കൂടെ ഭാമ ഉണ്ടായിരുന്നു. ചന്ദ്രമതി വന്നു കഴിഞ്ഞപ്പോൾ ശ്രുതി പോയി പറഞ്ഞു, താങ്ക്സ് ഉണ്ട് അമ്മയെന്ന് പറയണേ. എന്താ മോളെ താങ്ക്സ് പറയണേ? അല്ല ഇത്ര നല്ലൊരു ജീവിതം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അമ്മയാണ് എനിക്ക് ഇത്ര നല്ലൊരു ജീവിതം തന്നെ. ഈ സമയം ഭാമ പറഞ്ഞു, അതേ അമ്മയല്ല ഞാനാണ് നിന്നെ കണ്ടെത്തിയെന്ന് ആ ഒരു നന്ദി വേണമെന്ന് പറയാം. പിന്നെ അതൊക്കെ ഇല്ലാതിരിക്കും ആൻറ്റീന്ന് ചോദിക്കുക. അല്ല ഈ സമയം ചന്ദ്രമതി പറഞ്ഞത്, മോളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ? എന്താണെങ്കിലും അമ്മ പറ. അല്ല അത് പിന്നെ ആ പലിശക്കാരന് പൈസ കൊടുക്കേണ്ട ദിവസമായി. 10 ലക്ഷം രൂപ ബ്യൂട്ടി പാർലർ തുടങ്ങാനായിട്ട് എടുത്തില്ലേ, അപ്പൊ എല്ലാ മാസം കൃത്യമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടില്ല. അയാളെ ഞാൻ കണ്ടായിരുന്നു,
അപ്പൊ അയാൾ പലിശ ചോദിച്ചു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണം. ഈ സമയം ശ്രുതി പറഞ്ഞ അതിന് അമ്മ എവിടുന്നേലും ഉണ്ടാക്കി കൊടുക്ക്. പെട്ടെന്ന് ശ്രുതി പറഞ്ഞ അമ്മേ ഞാനിപ്പോ എവിടുന്നാ, കാരണം കല്യാണത്തിന് വേണ്ടി കുറെ പൈസ ചെലവായി. അല്ല ബ്യൂട്ടി പാർലറിൽ നിന്ന് കിട്ടിയ പൈസ വയ്ക്കാം, അതൊക്കെ കല്യാണ ആവശ്യത്തിന് വേണ്ടി ചെലവായമ്മേ, അതുകൊണ്ട് പൈസ ഇല്ലാന്ന് പറയാണ് ഇപ്പൊ കയ്യിലൊന്നും. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ, എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്, വീട്ടിൽ ആർക്കും അറിയത്തില്ല. ഇതെങ്ങാനും ഇവിടെ ഉള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കാര്യത്തിനൊരു തീരുമാനമാണ്, നമ്മള് എല്ലാരും പുറത്താവെന്ന് പറയണം. ഈ സമയം ശ്രുതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, എന്റെ കയ്യെ കിടക്കുന്ന വള ഞാൻ ഊരി തരാന്ന് പറഞ്ഞ് വള ഊരാൻ തുടങ്ങുകയാണ്. ശ്രുതി പറഞ്ഞേ അതൊന്നും വേണ്ട, കയ്യെ കിടക്കുന്ന വളയൊന്നും ഊരി പണയം വെച്ച് പലിശക്കാണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് പറയാണ്. ആണോ അമ്മ, അങ്ങനെയാണെന്ന് ചോദിക്കണം. ചന്ദ്രമതി പറഞ്ഞു അത് പിന്നെ ഞാന് ചന്ദ്രമതിക്ക് വല്ലതും പറയാൻ പറ്റുമോ, പെട്ടുപോയല്ലേ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പം ശ്രുതിയുടെ മുന്നിൽ നാണം കെടാനും പറ്റുമല്ലോ, വലിയ പണക്കാരന്റെ മോളല്ലേ. അപ്പൊ എങ്ങനെയാന്ന് ഓർത്തോണ്ട് ഇങ്ങനെ ചന്ദ്രമതി നിൽക്കുക. അതൊന്നും കുഴപ്പമില്ല, അമ്മയുടെ അവസ്ഥയല്ല, ഞാൻ ഊരി കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഊരുന്ന പോലെ കാണിക്കുക. ഈ സമയത്ത് ബാമ ശരിക്കും ഒന്ന് നോക്കിയപ്പോ എന്റെ വള ഊരുന്ന പോലെ കാണിച്ചിട്ട് അതിങ്ങനെ അകത്തേക്ക് തന്നെ കയറ്റിവിടാ, കാരണം ചന്ദ്രമതിനെ ഒന്ന് വിശ്വസിപ്പിക്കണം. പിന്നെ പറഞ്ഞു ഈ വള ഊരാൻ പറ്റുന്നില്ല അമ്മയെന്ന് പറയാണ്. ഭാമയ്ക്ക് മനസ്സിലായി ഇവള് കേമി തന്നെ, ഇവള് വന്ന ദിവസം തന്നെ നല്ലൊരു പണിയാണല്ലോ ചന്ദ്രക്കിട്ട് കൊടുക്കണേന്ന്. ആ സമയം ശ്രുതി പറഞ്ഞു അതെ വള ഊരാൻ പറ്റില്ലെങ്കിൽ ഊരണ്ട, അമ്മ അതൊക്കെ കൈകാര്യം ചെയ്തോളും. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു ശരിയാ, ഇല്ലേ വേണ്ട, ഞാൻ നോക്കട്ടെ, എന്തേലും വേറെ എന്തേലും മാർഗം ഉണ്ടോ നോക്കട്ടെ, മോളുടെ കയ്യിൽ ആ വള കിടക്കട്ടെ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. പിന്നീട് ബാമയോട് വന്നിട്ട് പറഞ്ഞു എനിക്ക് അറിയത്തില്ല ബാമ എന്ത് ചെയ്യണം എന്നുള്ളേ, പൈസക്ക് ഇനിയിപ്പോ ഞാൻ എവിടെ പോവാനാ, നിന്റെ കയ്യിൽ എവിടെയെങ്കിലും ഉണ്ടോന്ന് ചോദിക്കാണ് പൈസ. പിന്നെ എന്റെ കയ്യിൽ ഇവിടെ പൈസ ഇരിക്കുന്നേ, ഞാൻ പെട്ടുള്ള ഭഗവാനെന്നും പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് അവിടെ ഇരിക്കുവാണ് ചന്ദ്രമതി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.